കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുത്തയക്കാൻ പറ്റിയതും അവരുടെ ഇഷ്ടപ്പെട്ട ടേസ്റ്റിന് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾ റൈസാണിത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്നട്ട് ചേർത്തിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുത്തതിന് ശേഷം കുറച്ച് സവാള ചേർക്കുക. ആ സവാളയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ, അതായത് ഒന്ന് വാടി വന്നോട്ടെ. അതിനുശേഷം ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് വാടി വന്നോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കാബേജ് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർക്കുക. ഇനി വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കൊക്കെ ഒന്ന് ഹാഫ് കുക്കായാൽ മതിയാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർക്കുന്നത്. ഇത് മുഴുവനായിട്ട് ചേർക്കേണ്ട, ഒരല്പം മാത്രമായിട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയെടുക്കണം. ഇനി ഒരല്പം ഓയിസ്റ്റർ സോസാണ് ഒഴിക്കേണ്ടത്. ഒരല്പം ഒഴിച്ചാൽ മതിയാകും. ഇനി ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ്, കൂടെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മല്ലിയില ചേർക്കുക. കുരുമുളക് പൊടിയൂടെ ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. സോസിനകത്ത് ഉപ്പുണ്ട്, മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട്, ചോറ് ഉപ്പിട്ട് വേവിച്ചതായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിൻ്റെ കൂടെ സോസോ ഒരു ഫ്രൈയോ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക.